വണ്ടി മാരുതി സിയാസ് ആണ്. 2016 മോഡൽ വണ്ടിയാണ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലാഖിൻ്റെ സർവീസാണ് മൊത്തത്തിൽ. വണ്ടി 2,14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ മേജർ സർവീസ് ചെയ്യണം. അതുപോലെ തന്നെ ടൈമിംഗ് കിറ്റ്, അതുപോലെ ഫുൾ ചെക്കപ്പ് കൊടുക്കണം. നേരത്തെ ടൈമിംഗ് കിറ്റ് 1,20 മാറിയത്. ഇപ്പോൾ ഏകദേശം 2,14,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ടൈമിംഗ് കിറ്റ് മാറാനുള്ള ടൈം ആയിട്ടുണ്ട്. 2 ലക്ഷത്തിൽ 1 ലക്ഷത്തിൽ 2 ലക്ഷത്തിലാണ് മാറുന്നത്, ഓരോ ലാക്കിലാണ് മാറുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ നമ്മൾ 2 ലാഖിൻ്റെ സർവീസ്, ടൈമിംഗ് കിറ്റ്, അതുപോലെ പുള്ളിങ് തീരെ കുറവെന്ന് പറയുന്നുണ്ട്, അതും ചെയ്യണം. മാനിഫോൾഡ് മീജിയർ അഴിച്ച് ക്ലീൻ ചെയ്യണം, ടൈമിംഗ് കിറ്റും മാറണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈമിംഗ് കിറ്റ് എന്തായാലും അഴിക്കാം. നമുക്കിതിൻ്റെ ടൈമിംഗ് അഴിക്കാനായിട്ട് ഇതിൻ്റെ മൗണ്ടിങ് ബ്രാക്കറ്റും മൗണ്ടിങ് അഴിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വയറിംഗ് ഹാർനസ് കംപ്ലീറ്റ് അഴിച്ച് മാറ്റി വയ്ക്കുക. അതുപോലെ ക്യാമിൻ്റെ സെൻസർ അഴിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ടോപ്പ് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അതുപോലെ 2 ടൈമിംഗ് ആണുള്ളത്. ഒരെണ്ണം ഇവിടെ ലോക്ക് ചെയ്യണം. അതുപോലെ ഈ റെയിലിൻ്റെ ബാക്കിലുള്ള സാധനങ്ങളൊക്കെ അഴിച്ചതിന് ശേഷം പ്ലേറ്റ് അഴിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ലോക്ക് ഉണ്ട്, അത് ലോക്ക് ചെയ്തിട്ട് പിന്നെ ക്രാങ്കിലാണുള്ളത്. ക്രാങ്കിലൊരു നമ്മുടെ വാൾവ് എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ലോക്ക് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ഇതിൻ്റെ മാനിഫോൾഡും കംപ്ലീറ്റ് ആയിട്ട് അഴിക്കുന്നുണ്ട്. ഇതിൽ കണ്ടോ കാർബൺ അടങ്ങിയിരിക്കുന്നുണ്ടോ, ഫുള്ള് ബ്ലോക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടൈമിംഗ് ബെൽറ്റ് മാറുമ്പോൾ ആ EGR മാനിഫോൾഡും കൂടെ ക്ലീൻ ചെയ്ത് ഇൻ്റർകൂളറും അതുപോലെ എയർ ഫ്ലോ സെൻസർ, എയർ മാസ് സെൻസർ ഇതും കൂടെ ക്ലീൻ ചെയ്തിട്ട് വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ പക്ക പെർഫെക്ഷനിൽ കിട്ടും നമുക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫീൽ കിട്ടണം. അപ്പോൾ ടൈമിംഗ് കിറ്റ് മാത്രം നമ്മൾ മാറിക്കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുള്ളൂ. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഒരു ഫ്രഷ്നെസ് ആയി. എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഫുള്ളായിട്ട് തുറന്നു, എയർ വരുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് ഫുൾ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു നല്ലൊരു ഫ്രഷ്നെസ് ഇതിനകത്ത് കിട്ടും. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ജലദോഷം വരുന്ന പോലെ തന്നെയാണ്, മൂക്കടപ്പുണ്ടെന്തെങ്കിലും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്. അത് ഇതിനകത്ത് ഈ കാർബൺ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് എയർ വലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അത് കംപ്ലീറ്റ് നമുക്ക് ഫുള്ളായി റിലീസ് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് പക്ക പെർഫെക്റ്റ്ലി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ നല്ലോണം വലിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് ഇതിനകത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത്രയും ഭാഗം അയച്ചിട്ട് ഇനി നോക്കാനുള്ളത്, നമുക്ക് ഇതിൻ്റെ ബ്രാക്കറ്റ് അഴിക്കണം, എഞ്ചിൻ മൗണ്ട് അഴിക്കണം, ക്രാങ്ക് കേസ് അഴിക്കണം, അതുപോലെ ടൈമിംഗ് കവർ, അതിൻ്റെ ഉള്ളിലാണ് ടൈമിംഗ് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ഫുള്ളായിട്ട് അഴിച്ചു മാറ്റാം. അതിനകത്ത് സാധനങ്ങൾ കംപ്ലീറ്റ് വന്നിട്ടുണ്ട്. ടൈമിൻ്റെ മാരുതിയുടെ ഒറിജിനൽ പാർട്സ് തന്നെയാണ്, MGPയുടെ. ഇത് ചെയിനാണ്, 1,236 രൂപ വില വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ പാഡ്, ഇത് രണ്ടാമത്തെ സൈഡിലുള്ള പാഡ്, എല്ലാം ഒറിജിനൽ പാർട്സ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ വീലാണ്, അതിൻ്റെ താഴെ വരുന്ന വീലാണിത്. അതുപോലെ ഓയിൽ സീൽ കമ്പൽസറി മാറുക. എല്ലാ ടൈമിങ് ചെയ്യുമ്പോഴും ഓയിൽ സീൽ മാറ്റി വിടുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ അടുത്ത 1 ലക്ഷം കിലോമീറ്ററിൽ നമ്മൾ ഇത് അഴിക്കുള്ളൂ. അപ്പോൾ ഈ ഓയിൽ സീൽ ചെറിയ വിലയുള്ളൂ, അപ്പോൾ അതിൻ്റെ കൂടെ മാറ്റുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ ടൈമിംഗ് കവറിൻ്റെ പാക്കിങ്, അതും ഈ സർവീസോട് കൂടി തന്നെ റെഡിയാക്കുക. അതിന് ഏകദേശം 800 ചില്ലാൻ രൂപ വില വരുന്നത്, 665 രൂപ വില വരുന്നുണ്ട്. അത് പിന്നെ വരുന്നത് ഈ വലിയ വീലാണ് നമുക്ക് വരുന്നത്, 310 രൂപ വരുന്നുണ്ട് വലിയ വീല്. ഇതെപ്പോഴും ഈ വീൽ അഴിക്കുമ്പോൾ നമ്മുടെ ആ ലോക്ക് മാത്രം ഇട്ടിട്ട് അഴിക്കാതിരിക്കുക. അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോക്കിൻ്റെ ഈ ഭാഗം ഉള്ളിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും അതിനുള്ള കറക്റ്റ് ടൂള് വെച്ചിട്ട് മാത്രം ഈ ലോക്ക് അഴിച്ചു മാറ്റുക. അല്ലാത്ത പക്ഷം അത് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇതിലൊരു മെൻഷൻ മാർക്കുണ്ട്, ഈ നമ്പർ, അത് വെളിയിലേക്ക് വരുന്നത് പോലെ ഫിറ്റ് ചെയ്താൽ മതി. വേറെ ലോക്കോ കാര്യങ്ങളൊന്നുമില്ല, സീറ്റിംഗ് ആയി വെച്ചുകൊണ്ട് ബോൾട്ട് ഇട്ടാൽ മതി. നമ്മൾ ടൈമിംഗ് ചെയിനും കാര്യങ്ങളും പാഡും അതിൽ താഴത്തെ വീല് അതുപോലെ മുകളിലെ വീല് ടെൻഷനും എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം പിടിപ്പിച്ചതിന് ശേഷം ഈ വീലൊന്ന് കറക്കി നോക്കുക, കറക്റ്റായിട്ട് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോയെന്ന് നോക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബെൻഡ് എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് കറങ്ങില്ല. അപ്പോൾ കറങ്ങണ്ട നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഈ ബോൾട്ട് കറക്റ്റായിട്ട് പക്ക ടൈറ്റ് ചെയ്യാം. അതിന് അതുപോലെ തന്നെ ടൈറ്റ് ചെയ്യുമ്പോഴും ഈ ടൂള് വെച്ചതിന് ശേഷം ഇവിടെ ലോക്ക് ചെയ്ത് നിർത്തിയാൽ മതി. അത് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ലോക്കാവും. ലോക്കായതിനു ശേഷം നമ്മൾ അത്യാവശ്യം ഫുൾ ടൈറ്റ് ചെയ്ത് വെക്കാം. ഈ ലോക്ക് ടൂൾ മാത്രം ഇട്ടിട്ട് മാത്രം ടൈറ്റ് ചെയ്യുക. നമ്മൾ ലോക്ക് ടൂള് ഈ ടൂൾ ഇല്ലാതെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ക്യാമിൻ്റെ കവറ് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോക്ക് ടൂൾ ഇട്ടിട്ട് കറക്റ്റ് പെർഫെക്റ്റ്ലി ടൈറ്റ് ചെയ്യാം. നമ്മൾ ഏകദേശം ഹെഡ് പിടിപ്പിച്ച് ഫിനിഷ് ചെയ്യാനായി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ക്ലച്ച് സെറ്റും കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുന്നത് മാത്രമല്ല ഫിംഗർ മൊത്തം അൺഈവനായിട്ടാണ് നിൽക്കുന്നത്, കണ്ടില്ലേ? ഇങ്ങനെ വരുമ്പോൾ ഗിയർ ടൈറ്റ് എന്തായാലും ഉണ്ടാവും.
അല്ലേ കംപ്ലീറ്റ് ആയിട്ട് അൺഈവൻ ആയിട്ടാണ് നിൽക്കുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ ക്ലച്ച് പ്ലേറ്റും നല്ലോണം തേഞ്ഞിട്ടുണ്ട്. റിട്ടേൺ നമ്മൾ ഇത്രയും ചെയ്യുന്നത് കൊണ്ട് റിട്ടേൺ ഇതിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10,000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അഴിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ കൈയോടെ ഇതുകൂടെ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ഓക്കെ ആവും. അപ്പോൾ നമുക്ക് ക്ലച്ച് സെറ്റും കൂടെ പുതിയതിടാം. നമ്മൾ ക്ലച്ച് സെറ്റ് പുതിയത് എടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് ഏകദേശം 3,535 രൂപ വരുന്നുണ്ട്. MGPയുടെ ഒറിജിനൽ സാധനം തന്നെയാണ് എടുത്തിരിക്കുന്നത്, സ്വിഫ്റ്റിൻ്റെ. അത് ഓരോ മേക്കാണ് വരുന്നത്. ഇതിൽ വാല്യൂ ആണ് വാല്യൂ അല്ല MSI ആണ് കൊടുത്തിരിക്കുന്നത് കമ്പനി. ഇത് വന്നിട്ട് ലൂക്കിടെയാണ് കൊടുത്തിരിക്കുന്നത്. ലൂക്കിൻ്റെയാണ് മാരുതിക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് പല കമ്പനിയായിട്ട് വരും. ലൂക്ക് വരും, വാല്യൂ വരും, MSL വരും, XD വരും. എല്ലാ ബ്രാൻഡും മാരുതിക്ക് സപ്ലൈ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കുമ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല. മോഡലിൽ ചെറിയൊരു വ്യത്യാസം കാണും. വേണ്ടില്ലേ, ഈ ഒരു മോഡൽ വേറെ, ആ ഒരു മോഡൽ, പക്ഷേ സെയിം സാധനം തന്നെയാണ്. MGPയുടെ സെയിം സാധനം തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതെപ്പോഴും നമ്മൾ ടാപ്പ് കവർ പുതിയ തന്നെ ഇതിനകത്ത് ഇടണം. പുതിയതിന് വന്നിട്ട് ഏകദേശം 315 രൂപ റേറ്റ് വരുന്നുണ്ട്. MGP തന്നെയാണ് ഒറിജിനൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ടാപ്പറ്റ് കവർ പാക്കിംഗ് ഇടുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു തരി പോലും നമുക്ക് പേസ്റ്റ് ആഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഇങ്ങനെ തന്നെ വെച്ച് കയറ്റിയാൽ മതി. ജെന്യൂനായിട്ട് വരുന്നത് ഒരു കുഴപ്പവും വരില്ല. അതിൽ തന്നെ ഒരു കട്ടിങ് പോലൊരു സീലൻറ്റ് വരും ഇതിനകത്ത്. കണ്ടില്ലേ, ഈ കട്ടിങ് സീറ്റിംഗ് ആവും അതിനകത്ത്. അതുപോലെ തന്നെ ഇതിന് ടോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ടോപ്പ് നോക്കിക്കൊണ്ട് കയറ്റിയാൽ മതി. വേറെ ഇത് പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. ഇതിനകത്ത് വെച്ച് കയറ്റിയാൽ തന്നെ കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ഇരുന്നുള്ളൂ. അതിനകത്ത് ഏത് പേസ്റ്റും ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ജോയിൻറ്റിനകത്ത് വരുന്നത് കമ്പനി തന്നെ ചെറിയൊരു പേസ്റ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ലീക്കോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സിയാസിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വർക്ക് കഴിയുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. ഏകദേശം 2 മണിയോളം ആയി. എന്ന് വെച്ചാൽ കസ്റ്റമറിന് ഇത്തിരി വണ്ടി അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നൈറ്റ് തന്നെ ഒന്ന് ചെയ്തതാണ്. അപ്പോൾ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 മണിക്കൂർ റണ്ണിങ്ങിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്കയായിട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത് നമ്മൾക്ക് മെയിനായിട്ട് ടൈമിംഗ് കിറ്റും അതുപോലെ EGR മാനിഫോൾഡും ചെയ്യാനായിട്ടാണ് വന്ന് നോക്കുമ്പോൾ നമ്മളത് ടൈമിംഗ് കിറ്റ് മാറിയതിന് ശേഷം ഹീറ്റർ പ്ലഗിൻ്റെ കാര്യമൊന്നും സിഗ്നലൊന്നും ഇതിലുണ്ടായിരുന്നില്ല. വാണിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ടൈമിംഗ് കിറ്റ് മാറിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഈ 3ാമത്തെ സിലിണ്ടറിൻ്റെ ഇവിടെ നിന്ന് ഒരു ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ കംപ്രഷൻ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാനത് കസ്റ്റമറിനെ വിളിച്ച് ഇൻഫോം ചെയ്തു. ഇന്നമാതിരി ഹീറ്റർ പ്ലഗിൻ്റെ അവിടെ നിന്ന് കംപ്രഷൻ ലീക്ക് ഔട്ട് ആകുന്നുണ്ട്. അത് ചിലപ്പോൾ ഹീറ്റർ പ്ലഗ് പൊട്ടിയത് കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നതെന്ന് ഞാൻ ഇൻഫോം ചെയ്തു. അപ്പോഴാണ് കസ്റ്റമർ പറഞ്ഞത് ശരി അതെന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അഥവാ പൊട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഹെഡ് ഇറക്കണം, എൻജിൻ ഇറക്കിയിട്ട് വേണം ചെയ്യാനായിട്ടെന്നുള്ളത് കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ പിന്നെ ബാക്കി ഞാൻ ഈ 3 ഹീറ്റർ പ്ലഗ് അഴിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല. ഈ ഹീറ്റർ പ്ലഗ് മാത്രം പറഞ്ഞതുപോലെ തന്നെ ഹെഡിൽ നിന്ന് പൊട്ടിക്കിടക്കുകയായിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മുന്നേ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ എനിക്ക് പണി കുറച്ചുകൂടെ എളുപ്പമായേനെ. എന്താ വെച്ചാൽ ഈ ടൈമിംഗ് കിറ്റൊക്കെ നമുക്ക് വെളിയിൽ വെച്ച് ഇതിപ്പോൾ ഹെഡ് ഇറക്കാൻ വീണ്ടും അഴിക്കണം. അങ്ങനെ 2 പ്രാവശ്യം അഴിക്കേണ്ട ഒരു അവസ്ഥയിൽ വന്നു. ഇപ്പം അത് നേരത്തെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ പണിയോട് കൂടിയിട്ട് ഒരു 2 ദിവസം മാക്സിമം 2 ദിവസത്തിനുള്ളിൽ എല്ലാ പരിപാടിയും തീർന്നേനെ. ഇതിപ്പോൾ ഒരാഴ്ചയോളം ഡിലേ ആയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ചെയ്തു, മാനിഫോൾഡ് EGR ഒക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഡെലിവറി കൊടുക്കാൻ കസ്റ്റമർ വന്നതിന് ശേഷമാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? വിളിച്ചു പറയുമ്പോൾ നേരെ വന്ന് നോക്കുമ്പോൾ ഇന്നമാതിരിയാണ് കാര്യം പറഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ അതും കൂടെ ചെയ്തോളെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും വണ്ടി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ജനറലായിട്ടൊന്നൊരു ചെക്കപ്പ് നടത്തുക. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും ലീക്കുകളുണ്ടോ, അതിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കിയിട്ട് ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ പറ്റിയ മിസ്റ്റേക്കാണ്. നേരത്തെ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ആ കംപ്ലയിൻറ്റ് കിട്ടിയതിനെ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റിയേനെ. ഇതിപ്പോൾ 1-ന് 2 പണിയായിപ്പോൾ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വണ്ടി ഓക്കെയാണ്, പെർഫെക്റ്റ്ലി ഓക്കെയാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഹീറ്റർ പ്ലഗ് ലോക്കലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ NGK എന്ന് പറയുന്നൊരു മേക്കിൻ്റെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. 350 രൂപ 300 രൂപ കണ്ട ഹീറ്റർ പ്ലഗിന് വരുന്നത്. ഇപ്പോൾ നമ്മളതിൽ 3ഉം 4ഉം മാരുതിയുടെ ജെന്യൂൺ പാർട്സാണ് ഇട്ടിരിക്കുന്നത്. അത് 695 രൂപ വരും ഒരു പ്ലഗിന്. ബോസിൻ്റെയാണ് അത് വരുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് വരില്ല. ഇപ്പോൾ നമ്മളതിൽ 4 പ്ലഗും മാറി, ടൈമിംഗ് കിറ്റ് മാറി, പിന്നെ അതുപോലെ തന്നെ ഞാൻ എഞ്ചിൻ ഇറക്കിയിട്ടാണ് ഞാനിത് ചെയ്തത്, മൊത്തത്തിൽ വർക്ക് ചെയ്തത്. അപ്പോൾ ഗിയർ ബോക്സ് ഇറക്കി നോക്കുമ്പോൾ അതിൻ്റെ ക്ലച്ചും കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, ക്ലച്ചും റിലീസ് ബെയറിങ്ങും കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അതുകൂടെ ചെയ്തു.
അപ്പോൾ വണ്ടി ഇപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. വണ്ടി ഏകദേശം 2,00,000 കിലോമീറ്ററായി. എന്നാലും നമ്മൾ ഹെഡ് അടിക്കുമ്പോൾ പിസ്റ്റണൊക്കെ നോക്കിയാൽ പിസ്റ്റണൊന്നും വലിയ കുഴപ്പമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, പക്കയാണ്. അതുപോലെ ടാപ്പറ്റും റോളറും അതിൻ്റെ ഇതൊന്നും ഒരു കുഴപ്പമില്ല, കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഭാഗം മേജറായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ചെയ്തില്ല. ഹെഡ് ഗ്യാസ്കറ്റ് മാറി, ഹെഡൊന്ന് ഫേസ് ചെയ്ത് ഹെഡ് ഗ്യാസ്കറ്റ് മാറി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓക്കെയാണ്. ഇപ്പോൾ ഓടിച്ച് നോക്കി 2 മണിക്കൂറോളം റണ്ണിങ്ങിലുമാണ്. ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ലീക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ന് തന്നെയാണ് ഡെലിവറി കൊടുക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ 2 മണിക്കൂർ റണ്ണിങ്ങിലിട്ട് ഇന്ന് തന്നെ കൊടുക്കണം. അപ്പോൾ നാളെ കാലത്ത് വണ്ടി തണുത്തതിന് ശേഷം കൂളൻ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് ഇൻഫോം ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്താണെന്നുണ്ടെങ്കിൽ അത് കാലത്ത് വന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ക്യാപ്പ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റും കുറച്ച് കൂളൻ്റ് അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഓടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കമ്മിയായി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ ഇൻഫോം ചെയ്തിട്ടാണ് കൊടുക്കുക. നാളെ കാലത്ത് ഈ കൂളൻ്റ് എന്തായാലും നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. അതല്ല നമ്മളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇപ്പോൾ വണ്ടി പെർഫെക്റ്റ്ലി ഓക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.